ഹായ്, നമസ്കാരം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മോഡിക്കെയർ കമ്പനിയിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവരും ഉപയോഗിക്കുന്ന, ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം അതിൻ്റെ ഒരു കസ്റ്റമറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ഫ്രഷ് മൊമെൻറ്റ് ടൂത്ത് പേസ്റ്റ്, അതായത് ആ ബ്ലൂ കളറിൽ വരുന്ന ഫ്രഷ് മൊമെൻറ്റ് ടൂത്ത് പേസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫ്രഷ് മൊമെൻറ്റ് ടൂത്ത് പേസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിലടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട 4 ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട്, ഫ്രഷ് മിൻറ്റ് അടങ്ങിയിട്ടുണ്ട്, SPA അതായത് സ്പെഷ്യൽ പോളിഷിംഗ് ഏജൻറ്റ് അടങ്ങിയിട്ടുണ്ട്, സൈലിറ്റോൾ അടങ്ങിയിട്ടുണ്ട്. ഈ 4 മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു പേസ്റ്റിൽ ഉള്ളത്. എന്തുകൊണ്ട് മോഡിക്കെയറിൻ്റെ നമ്മുടെ ഫ്രഷ് മൊമെൻറ്റ് ടൂത്ത് പേസ്റ്റ് ജനപ്രിയമാകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് മുതൽ ഈ പ്രൊഡക്റ്റ് ഞാൻ നമ്മുടെ പേസ്റ്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കാരണം പലപ്പോഴും പല്ലിനുണ്ടാകുന്ന പുളിപ്പ്, അതുപോലെ തന്നെ പല്ല് വേദന, ചെറുകിട പല്ലിൻ്റെ വേദനകൾ, അതുപോലെ തന്നെ നമ്മളുടെ ഊന് വീക്കം, അതായത് മോണവീക്കം എന്നൊക്കെ പറയില്ലേ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മോഡിക്കെയറിൻ്റെ ഫ്രഷ് മൊമെൻറ്റ് ടൂത്ത് പേസ്റ്റ് വലിയ പരിഹാരമാകുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിനധികം ഈ പല്ലിന് റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ പോലും മോഡിക്കെയറിൻ്റെ ടൂത്ത് പേസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം മൂലം അതിൽ നിന്ന് പോലും അവർക്ക് മാറി നിൽക്കാനും ഇന്ന് ഒരു പ്രശ്നവുമില്ലാതെ തന്നെ റൂട്ട് കനാൽ പോലും ചെയ്യാതെ മുന്നോട്ട് പോകുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും റൂട്ട് കനാൽ ചെയ്യാതെ അങ്ങനെ നിലനിർത്താൻ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല. പക്ഷെ അതിൻ്റെ ഒരു പറയുന്നതിൻ്റെ ആ ഒരു സെൻസിൽ കാര്യം മനസ്സിലാക്കുക. പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് മോഡിക്കെയറിൻ്റെ ടൂത്ത് പേസ്റ്റിൽ അടങ്ങുമ്പോൾ സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് എല്ലാ ടൂത്ത് പേസ്റ്റിലും ഫ്ലൂറൈഡ് ഉണ്ടാവും. പക്ഷേ മോഡിക്കെയറിൻ്റെ ടൂത്ത് പേസ്റ്റിൻ്റെ പ്രത്യേകത, ആ ടൂത്ത് പേസ്റ്റിൽ 1000 ppm ആണ് ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഫ്ലൂറൈഡ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പല്ലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സ്ട്രോങ്നെസ് നമ്മുടെ പല്ലിന് നൽകുന്നു. അതുപോലെ തന്നെ പല്ലിന് ദ്രവിച്ചു പോകുന്നതിൽ നിന്നൊക്കെ നമ്മുടെ പല്ലിനെ തടയുന്നത് ഈ ഫ്ലൂറൈഡാണ്. അതേസമയം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഫ്ലൂറൈഡ് കൂടുതൽ നമ്മുടെ വയറ്റിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് നമ്മുടെ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രയാസം ഉണ്ടാക്കും. നമുക്കറിയാം, നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് ഏർലി മോർണിംഗ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ കാലി വയറ്റിലേക്ക് ഈ ഫ്ലൂറൈഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള പേസ്റ്റിൻ്റെ ആ ഒരു ആ ഒരു ബ്രീത്ത്, അത് നമ്മുടെ ഉള്ളിലേക്ക് കയറി ചെന്നാൽ പോലും അത് വലിയ രീതിയിലുള്ള വയറിലുണ്ടാകുന്ന ഗ്യാസ് പോലെയുള്ള പല പ്രശ്നങ്ങൾക്കും അതൊരു കാരണമാവാറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും പലരും അത് അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് ഈ വിഷയം എന്നുള്ളതൊന്നും തിരിച്ചറിയാറില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്ന പല പേസ്റ്റുകളും അടങ്ങിയിട്ടുള്ള ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞാൽ 1450 ppm ഒക്കെയാണ്. അവിടെയാണ് മോഡിക്കെയർ 1000 ppm ഒതുങ്ങിക്കൊണ്ട് തന്നെ, എന്നാൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ ക്യാവിറ്റീസ് വരുന്നത്, നമ്മുടെ പല്ലിൽ ക്യാവിറ്റീസ് വരുന്നതിനെ തടയുന്നു. അതുപോലെ തന്നെ പല്ല് ദ്രവിച്ചു പോകുന്നതാണ്. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ പല്ലൊക്കെ തേക്കാൻ വേണ്ടി കൊടുക്കുന്ന സമയത്തൊക്കെ അവരുടെ വായിൽ നിന്ന് ഈ പേസ്റ്റിൽ നിന്ന് അംശം അവരുടെ ശരീരത്തിനുള്ളിലേക്ക് ചെന്നാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഇന്ന് മാർക്കറ്റിൽ കാണുന്ന പല പേസ്റ്റുകളും. അതേസമയം നമുക്ക് മോഡിക്കെയറിൻ്റെ പേസ്റ്റ് നമുക്ക് ധൈര്യസമേതം, എങ്കിലും നമ്മളുടെ വലിയവരുടെ ഒരു സൂപ്പർവിഷനോടെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേൽനോട്ടത്തിൽ ചെയ്യാൻ പാടുള്ളൂ ഏതാണെങ്കിലും. എങ്കിലും നമുക്കൊരു പരിധി വരുന്ന മാർക്കറ്റിലെ മറ്റു ടൂത്ത് പേസ്റ്റുകളിൽ നിന്നും സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ പേസ്റ്റിനെ ഉപയോഗിക്കാൻ കൊടുക്കുകയും ചെയ്യാം. മാത്രമല്ല, നമ്മുടെ പേസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു ചെറിയ സൈസിൽ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞ അളവിലെടുത്താൽ മതി നമുക്കൊരു നേരത്തെ ക്ലീനിങ്ങിന്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മൾ പല്ല് തേക്കുന്ന ആളുകൾ എപ്പോഴും മിനിമം ഒരു ദിവസം 2 നേരമെങ്കിലും പല്ല് തേക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും
പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ പല്ല് തേക്കേണ്ടത് എപ്പോഴാണ്? എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മൾ മോർണിംഗിൽ നിർബന്ധമായിട്ട് പല്ല് തേക്കണം എന്നുള്ളതാണ്. ശരിയാണ്. പക്ഷെ അതിനേക്കാൾ നിർബന്ധമാണ് നമ്മൾ നൈറ്റിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ പല്ല് തേച്ചുകൊണ്ട് ഉറങ്ങുക എന്നുള്ളത്. കാരണം ആ സമയത്ത് നമ്മുടെ വായ അടഞ്ഞു കിടക്കുകയാണ്, അല്ലേ? അവിടെ അടഞ്ഞു കിടക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ശ്വസനമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കറക്റ്റായിട്ട് നമ്മുടെ വായിൽ നിന്ന് വരികയും പുറത്തു പോയും വരികയും ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ അടഞ്ഞ് ഒരുപാട് മണിക്കൂറുകളോളം കിടക്കുന്ന സമയത്ത് നമ്മുടെ പല്ലിൽ ജേംസുകളൊക്കെ വടന്ന് വന്നിട്ട് വലിയ ബുദ്ധിമുട്ട് നമ്മുടെ പല്ലിനുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പല്ല് തേക്കൽ, അറ്റ്ലീസ്റ്റ് ഒരു 2 നേരമെങ്കിലും പല്ല് തേക്കൽ നമ്മുടെ ശീലമാക്കി മാറ്റേണ്ടതുണ്ട്. അതിൽ കൂടുതൽ ചെയ്യുന്നതും വളരെയധികം ഗുണപ്രദമാണ്. ദെൻ നമ്മുടെ പേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് മിൻ്റാണ്. അത് നമ്മുടെ വായനാറ്റത്തെ തടയുകയും ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ശ്വസനം നമുക്ക് ഉണ്ടാക്കാനും നമ്മൾ ഇടപഴകുന്ന ആളുകളുടെ മുന്നിൽ നമുക്ക് എന്താ പറയുക, ഒന്നുകൂടി കോൺഫിഡൻസോട് കൂടി ഇടപഴകാനൊക്കെ നമുക്ക് ഇതൊരു ഫ്രഷ് മിൻ്റ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ SPA, അതായത് സ്പെഷ്യൽ പോളിഷിംഗ് ഏജന്റ് എന്ന് പറയും. സ്പെഷ്യൽ പോളിഷിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനെ കേടുവരുത്താതെ തന്നെ, കാരണം ഇനാമൽ നശിച്ചു പോയാൽ പല്ല് പെട്ടെന്ന് തന്നെ കേടുവന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനാമലിന് പോറലേൽക്കാതെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പല്ലിനെ പോളിഷ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പോളിഷിംഗ് ഏജൻ്റാണ് നമ്മളുടെ മോഡിക്കെയറിൻ്റെ ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് സൈലിറ്റോൾ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻസ്. സൈലിറ്റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ മൂച്ചിൻ്റെ ഇല കൊണ്ട് അല്ലെങ്കിൽ മാവിൻ്റെ ഇല കൊണ്ടാണ് നമ്മുടെ ആളുകളൊക്കെ പല്ല് തേച്ചിരുന്നത്. ഒരുപാട് ഇലകൾ നമ്മുടെ നാട്ടിൽ കിട്ടും. പക്ഷെ എന്തുകൊണ്ട് മാവിൻ്റെ ഇല പല്ല് തേക്കുന്നതിന് വേണ്ടി വളരെ ഗുണപ്രദമാണെന്ന് അന്നത്തെ കാലം തന്നെ ആളുകൾ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ സൈലിറ്റോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. സൈലിറ്റോൾ ഈ ക്യാവിറ്റീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് സൈലിറ്റോൾ എന്ന് പറഞ്ഞാൽ. അത് പല്ലിൻ്റെ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ബാക്ടീരിയകളെ നശിക്കുകയും പല്ലിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ടാർട്ടാർ അടിഞ്ഞു കൂടുന്നതിൻ്റെയൊക്കെ തടയും. ടാർട്ടാർ എന്ന് പറഞ്ഞാൽ പല്ലിന് പറ്റാവുന്ന ഒരു ഇത്തിളാണ്. ഇത്തിൾ കണ്ണി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനമാണ് ടാർട്ടാർ. അപ്പോൾ അത് അടിഞ്ഞു കൂടുന്നതിനൊക്കെ തടയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ നിലക്കും നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഒരു വണ്ടർഫുൾ ഇന്നൊരു പക്ഷേ മാർക്കറ്റിൽ നിന്ന് മോഡിക്കെയറിൻ്റെ ടൂത്ത് പേസ്റ്റിനെ വെല്ലുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ഇന്ന് കിട്ടാനില്ല എന്ന് നമുക്ക് പറയാം. ഇന്ന് മാർക്കറ്റിൽ 200-250 രൂപ വില ഇട്ടുകൊണ്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ, നല്ല ക്വാളിറ്റിയുള്ള ടൂത്ത് പേസ്റ്റുകൾ എന്ന് നമ്മൾ പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ, അതേസമയം വളരെ കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും ഒരു സാധാരണ ഇന്ന് ലോക്കൽ മാർക്കറ്റിലെ ലോക്കൽ പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ ഒരു മോഡിക്കെയറിൻ്റെ ലോയൽ കസ്റ്റമർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പ് പ്രൈസിന് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പേസ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മോഡിക്കെയറിൻ്റെ ഫ്രഷ് മൊമെൻ്റ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നൊരു ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ പേസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. നമ്മുടെ പേസ്റ്റിൻ്റെ ഓൾമോസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്ക് യു.